നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നീറ്റ് പുനഃപരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ. പേടിയില്ലാതെ സംവിധാനങ്ങളെ വിശ്വസിച്ച് പരീക്ഷ എഴുതണമെന്ന് വിദ്യാർത്ഥികളോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. മാസപ്പടി കേസിൽ വീണ വിജയൻ വീണ്ടും ഇഡിയുടെ ചോദ്യമുനയിലേക്ക്. ഈ മാസം 29-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. നീക്കം SFIO രേഖകൾ ലഭിച്ചതിന് പിന്നാലെ. സമുദ്ര സുരക്ഷയിൽ കരുത്തു വർദ്ധിപ്പിച്ച് ഇന്ത്യ. തദ്ദേശീയമായി നിർമ്മിച്ച INS ദുനഗിരി, INS അഗ്രേ, INS സംശോധക് എന്നീ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യ വളർച്ചയ്ക്ക് വേണ്ടത് സ്വയം പര്യാപ്തതയെന്ന് പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആചരിച്ച് ലോകം. മനുഷ്യരാശിക്ക് ഇന്ത്യ നൽകിയ അമൂല്യമായ സമ്മാനമാണ് യോഗയെന്ന് കൊൽക്കത്തയിലെ യോഗാചരണത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. തൃശൂരിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ അരുംകൊല. കൊല്ലപ്പെട്ടത് ഒഡീഷ സ്വദേശി ദൻപതി നായിക്. 2 പുരുഷന്മാരും 4 സ്ത്രീകളും ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. 18-ന് ആൾക്കൂട്ടമർദ്ദനമേറ്റ ദൻപതി മരിച്ചത് ഇന്ന് പുലർച്ചെ. ഫിഫ ലോകകപ്പിൽ ടുണീഷ്യയെ തകർത്ത് ജപ്പാൻ. ഗ്രൂപ്പ് Fൽ ജപ്പാൻ 2ാം സ്ഥാനത്ത്. ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കുറസോവ. സ്പെയിൻ സൗദി പോരാട്ടം രാത്രി 9:30. വനിതാ 2020 ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടരാൻ ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയെ നേരിടുക രാത്രി 7 മണിക്ക്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 മണിക്ക്. വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചു. 2 മണി മുതൽ 5:15 വരെയാണ് പരീക്ഷ നടക്കുക. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാനുള്ളത്. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായെന്ന് NTA അറിയിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്ന് ആൽഫ്രഡ് ഡിസൂസ, കോഴിക്കോട് നിന്ന് അനഘ എന്നിവരും ചേരുകയാണ്. ആദ്യം ജിഷ്ണുവിലേക്ക് പോവുകയാണ്. ജിഷ്ണു, ഏറെ വിവാദങ്ങൾക്കൊടുവിൽ നീറ്റ് പുനഃപരീക്ഷ ആരംഭിക്കാൻ ഇനിയിപ്പോൾ 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ക്രമീകരണങ്ങളെല്ലാം സജ്ജമല്ലേ? നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. 11 മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങി. 1:30 വരെ മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ പ്രവേശനം അനുവദിക്കുക. അതായത് പ്രധാന ഗേറ്റിൽ, പരീക്ഷാ കേന്ദ്രത്തിന്റെ പ്രധാന ഗേറ്റ് 1:30 അടയ്ക്കുമെന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ബയോമെട്രിക് പരിശോധനയും ഒപ്പം അഡ്മിറ്റ് കാർഡിന്റെ പരിശോധനയും ഉൾപ്പെടെയുള്ളവ പിന്നീട് അകത്ത് നടക്കും. 2 മണിക്ക് തന്നെ കൃത്യം പരീക്ഷ ആരംഭിക്കും. 5:15 വരെയാണ് പരീക്ഷയ്ക്ക് സമയം നൽകിയിട്ടുള്ളത്. ഇത്തവണ പരീക്ഷയുടെ സമയത്തിൽ 15 മിനിറ്റിന്റെ വർധനവ് നേരത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിരുന്നു. കൂടാതെ റഫ് പേപ്പറുകളുടെ എണ്ണത്തിൽ 4 റഫ് പേപ്പറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയുടെ നടത്തിപ്പിൽ അത്തരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് വേണ്ടി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ, സൂക്ഷിക്കുന്നതിൽ, പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള മാറ്റങ്ങൾ ഇത്തവണ വരുത്തിയിരുന്നു. കാരണം മെയ് 3-ന് നടത്തിയ നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന വലിയ ആരോപണം, അത് വലിയ വിവാദമായതോടുകൂടിയായിരുന്നു പരീക്ഷ റദ്ദാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചത്. പിന്നീട് വിപുലമായ ക്രമീകരണങ്ങൾ ഇന്നിപ്പോൾ നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിലെയും ഈ പരീക്ഷാ കേന്ദ്രത്തിലാണ്. നീറ്റ് പരീക്ഷ നടക്കുന്ന കേന്ദ്രങ്ങളിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഗേറ്റ് അടയ്ക്കുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. 1:30 വരെ മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാവുക. കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധനകൾ, CCTV നിരീക്ഷണം, ഇവയെല്ലാം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി മാത്രം 2 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്ത് പരീക്ഷയ്ക്കായി ഡ്യൂട്ടി നൽകിയിട്ടുള്ളത്. 5440 പരീക്ഷാ കേന്ദ്രങ്ങളിലുണ്ട്. ഇവിടേക്കായിട്ടാണ് 2 ലക്ഷം പോലീസ്. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും തയ്യാറാണ് നീറ്റ് പരീക്ഷ എഴുതുന്നതിനായി. തിരുവനന്തപുരത്തെ സെന്ററായ കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിൽ നിന്ന് ആൽഫ്രഡ് ഡിസൂസയുണ്ട്. ഇപ്പോൾ ആൽഫ്രഡ്, കുട്ടികളെല്ലാം പരീക്ഷാ ഹാളിലേക്ക് കയറി കഴിഞ്ഞു കാണുമല്ലോ?
മായ തീർച്ചയായും ഇവിടെ തിരുവനന്തപുരത്തുള്ള കേന്ദ്രത്തിൻ്റെ കൊടഹിൽ സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലും നീറ്റ് പരീക്ഷയുടെ കേന്ദ്രങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷ ആരംഭിക്കാനായി. ഇപ്പോൾ തന്നെ 1 മണി പിന്നിട്ടിരിക്കുകയാണ്. 1:30 വരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. അത് ഇന്ത്യ മുഴുവനുമുള്ള NTA നിയമപ്രകാരം 1:30 വരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കൊടഹിൽ സ്കൂളിൽ നമ്മൾ നേരത്തെ 11 മണിക്ക് വന്നിരുന്നു. അപ്പോൾ 11 മണി മുതൽ അകത്തേക്ക് കയറാനുള്ള പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ 11 മണി മുതലേ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ അകത്ത് കയറി തുടങ്ങി. ചിലരൊക്കെ രാവിലെ 9 മണിക്ക് ഇവിടെ ക്യൂവിൽ കുട്ടികളും രക്ഷിതാക്കളും നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ 11 മണിക്ക് ശേഷമൊക്കെ വിദ്യാർത്ഥികളൊക്കെ അകത്ത് കയറി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇപ്പോഴും രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ വാഹനങ്ങളിൽ കാറിലും ഓട്ടോയിലും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. കാരണം അവസാന നിമിഷങ്ങൾ 1:30 വരെ സമയമുള്ളത് കൊണ്ട് അവസാനവും എത്തുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. വളരെ കർശനമായ സുരക്ഷാ പരിശോധനയിലൂടെ തന്നെയാണ് അകത്ത് കയറ്റി വിടുന്നത്. കാരണം ഇവർക്ക് പറഞ്ഞിട്ടുള്ളതുപോലെ അഡ്മിറ്റ് കാർഡും ഒപ്പം തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാകണം, തിരിച്ചറിയൽ രേഖ ഉണ്ടാകണം. ഇതൊക്കെ കരുതിയിരിക്കണം. ഇതൊക്കെ കൃത്യമായി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നമുക്കറിയാം. ഈ സ്കൂളിൽ ഈ പരീക്ഷാ കേന്ദ്രത്തിന് അകത്തും പുറത്തുമൊക്കെ തന്നെ കർശനമായ സുരക്ഷയാണ്. ഈ പോലീസിൻ്റെയൊക്കെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ അവർ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു ട്രാഫിക്, അതായത് പാരൻസും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് രാവിലെ മുതൽ തന്നെ തലസ്ഥാന നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും അതനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമാണ് തലസ്ഥാനത്ത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ തന്നെയും നമ്മൾ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവർ ക്യൂ ഇപ്പോൾ നിൽക്കുന്നത് രക്ഷിതാക്കളൊക്കെ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ക്യൂ ഒക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് വരുന്നവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുമായി നേരത്തെ നമ്മൾ അല്പം മുമ്പ് പങ്കുവച്ചപ്പോൾ അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഒരു തവണ എക്സാം എഴുതി കഴിഞ്ഞ് രണ്ടാമത്തതാണ്, അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, ആദ്യത്തെ പരീക്ഷ നല്ലവണ്ണം പഠിച്ചിരുന്നെന്ന് പറയുന്നവരുണ്ട്. അതേസമയം ഒരു ടെൻഷനുമില്ല, 2 തവണ ആയാൽ പോലും അതിനകത്ത് വേറെ ടെൻഷനൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. രക്ഷിതാക്കളും അതനുസരിച്ച് ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ വിദ്യാർത്ഥികളൊക്കെ അകത്തേക്ക് കയറിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവസാനം ഇപ്പോൾ വരുന്നുണ്ട് കുട്ടികൾ ഓരോരുത്തരായി. കയറിയ സാഹചര്യത്തിൽ എല്ലാവരും പൂർണ്ണമായും ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ശരി അൻഫിൽഡ്, ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് അനഘയുണ്ട് ഇപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിന് മുന്നിൽ. അനഘ, അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കുട്ടികളെല്ലാം പരീക്ഷാ ഹാളിലേക്ക് കയറി കാണുമല്ലോ അല്ലേ ഇപ്പോൾ? തീർച്ചയായും മായ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ്. ഈ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കയറി പോയിട്ടുണ്ട്. ഏതായാലും 1:30 വരെ ഈ പ്രവേശനം ഉണ്ടാവും. ഏതായാലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് കോഴിക്കോടിൻ്റെ നഗരത്തിലടക്കം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹം തന്നെ ഈ സ്കൂളുകളുടെ സമീപങ്ങളിലടക്കം ഉണ്ട്. പുരുഷ പോലീസുകളും അതുപോലെ തന്നെ വനിതാ പോലീസുകളും അടക്കം വലിയ വ്യാപകമായിട്ടുള്ള ഒരു സുരക്ഷാ സന്നാഹം തന്നെ ഈ കോഴിക്കോട് ജില്ലയിലുണ്ട്. നിരവധി കേന്ദ്രങ്ങൾ കോഴിക്കോട് നടക്കാവ്, അതുപോലെ തന്നെ BM ഗേൾസ് ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകൾ ഇത്തരത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളാണ്. ഒരു വട്ടം പരീക്ഷ എഴുതി വീണ്ടും ഒരു പരീക്ഷ എഴുതുന്നതിൻ്റെ ആശങ്കകളൊക്കെ ചിലർക്ക് ഉണ്ട്. എങ്കിലും മികച്ച രീതിയിൽ തന്നെ പരീക്ഷകൾ എഴുതാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ പരീക്ഷ എഴുതുവാൻ വേണ്ടി ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ശരി, കോഴിക്കോട് നിന്ന് അനഘയും തിരുവനന്തപുരത്ത് നിന്ന് അൽഫ്രഡ് ഡിസൂസയും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ നീറ്റ് UG പരീക്ഷ അല്പസമയത്തിനകം കൃത്യമായി 2 മണിക്ക് തന്നെ ആരംഭിക്കും. വിവാദങ്ങൾക്കിടെ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ തുടരുന്നു. അൻസിബ വിഷയവും അമ്മയിലെ നിലവിലെ തർക്കങ്ങളും യോഗത്തിൽ ചർച്ചയാവും. ഉണ്ണി ശിവപാൽ രാജിവെച്ച ട്രഷറർ സ്ഥാനത്തേക്കും അൻസിബ രാജിവെച്ച ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടന്നേക്കും. അതേസമയം നിലവിലെ നേതൃത്വം അമ്മയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും തെറ്റുകൾക്ക് നിരുപാധികം മാപ്പ് പറയണമെന്നും നേതൃത്വം ഒഴിയണമെന്നും ഒരു വിഭാഗം അംഗങ്ങൾ പറയുന്നു. ഇക്കാര്യം ഉന്നയിച്ച് ഒരു വിഭാഗം താരങ്ങൾ അവിശ്വാസം കൊണ്ടുവരാൻ നീക്കം തുടങ്ങി. അതിനിടെ സംഘടനയിൽ നീതി നിഷേധമാണ് നടക്കുന്നതെന്ന് ഉണ്ണി ശിവപാലും പ്രതികരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ഒരുപാട് കാര്യങ്ങളും പല വാദങ്ങളും വീരവാദങ്ങളൊക്കെ സമൂഹത്തിൽ അമ്മയ്ക്ക് ദോഷമായ രീതിയിൽ സംസാരിച്ചു പലരും. പക്ഷേ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് കഴിഞ്ഞ 1.5 മാസമായി ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, അമ്മയിലെ എന്നെ ഇഷ്ടപ്പെടുന്ന ചില മെമ്പേഴ്സ് അവരെല്ലാം കാത്തുനിന്ന ദിവസമാണ് ഈ 21-ാം തീയതി എന്ന നമ്മുടെ ആനുവൽ ജനറൽ ബോഡി. അതുവരെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് ദൈവാധനം കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്താലും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റിയെന്നുള്ള
സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രഞ്ജിത്തിനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായി. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കേസെടുത്തത്. കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസിൽ റിമാൻഡിലായ രഞ്ജിത്തിന് പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു. മാസപ്പടി കേസിൽ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ഈ മാസം 29-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. SFIO രേഖകൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് EDയുടെ നീക്കം. മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തുടരന്വേഷണങ്ങളുടെ ഭാഗമായി വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ED തീരുമാനം. ഈ മാസം 29-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. ആദ്യം ചോദ്യം ചെയ്യൽ പൂർത്തിയായ സമയത്ത് തന്നെ വീണ്ടും ഹാജരാകേണ്ടി വരുമെന്ന് വീണയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ മാസം 17-നാണ് വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ആദ്യം ചോദ്യം ചെയ്യലിനായി ഹാജരായത്. 9 മണിക്കൂറോളമാണ് ED ഉദ്യോഗസ്ഥർ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്തത്. ഈ വിവരങ്ങൾ വിലയിരുത്തിയതിനു പുറമെ SFIO രേഖകൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് തുടർ നീക്കം അന്വേഷണ സംഘം ശക്തമാക്കിയത്. വീണ കൈമാറിയ രേഖകളും SFIO രേഖകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് അടുത്തഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. കമ്പനിയുടെ അക്കൗണ്ടുകൾ വഴി നടന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. CMRL എക്സാലോജിക് ഇടപാടിലൂടെ 2,78,00,000 രൂപ വീണയ്ക്ക് ലഭിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് തക്കതായ സേവനം നൽകിയിട്ടില്ല എന്നും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വീണയുടെ കമ്പനിയും CMRLുമായി നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തോടൊപ്പം CMRL സാമ്പത്തികമായി സഹായിച്ച ആളുകളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചുമുള്ള അന്വേഷണവും നടക്കും. അമൃത ന്യൂസ്, കൊച്ചി. ആശങ്കയായി സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു ആരോഗ്യവകുപ്പ്. ഇന്നലെ എലിപ്പനിയിലും മഞ്ഞപ്പിത്തത്തിലും ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തു. ഡെങ്കിപ്പനിയുടെ പ്രതിദിന കണക്കുകളും ഉയരുകയാണ്. 75 പേർക്ക് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി ബാധിച്ചു. 13 പേർക്ക് ഷിഗല്ലയും 13 പേർക്ക് എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. ഈ മാസം മാത്രം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 1000 കടന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിൽ ശുചീകരണം നടത്തി ഇന്ന് ഡ്രൈ ഡേ ആചരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ജാഗ്രത കൈവിടരുതെന്നും മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. UDF ഭരിക്കുന്ന പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വൻ സാമ്പത്തിക തിരിമറി. 13 ലക്ഷത്തോളം രൂപ ക്രമവിരുദ്ധമായി മാറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. പ്രതിഷേധവുമായി DYFI രംഗത്തെത്തി. 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് തിരിമറി ശ്രദ്ധയിൽപ്പെട്ടത്. 15ലേറെ ഇടപാടുകളിലൂടെ 13 ലക്ഷത്തോളം രൂപ അനധികൃതമായി കൈമാറിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഈ ഗ്രാമസ്വരാജ് വഴി പഞ്ചായത്ത് നടത്തിയ പണമിടപാടിലാണ് അസ്വാഭാവികതയുള്ളത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ തുക ജീവനക്കാരിയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തി. ഇത്തരത്തിൽ പണമിടപാട് നടത്താൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും അധ്യക്ഷന്റെയും അനുമതി വേണം. പഞ്ചായത്ത് സെക്രട്ടറിയുടെയും അധ്യക്ഷന്റെയും അനുമതിയും അറിവുമില്ലാതെ ഡിജിറ്റൽ ഒപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നു കാണിച്ച് കല്ലടിക്കോട് പോലീസിൽ പഞ്ചായത്ത് സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട്. 2 താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇവരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി DYFI രംഗത്തെത്തി. ഒരു താൽക്കാലിക ജീവനക്കാരി എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഖ്യയെ സംബന്ധിച്ചിട്ടുള്ള അഴിമതി നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഏറെ പരിശോധിക്കേണ്ട കാര്യമാണ്. UDF നേതൃത്വത്തിന്റെ കൂടി അറിവോ സമ്മതത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലെ DYFIക്കാർക്ക് ഏറെ സംശയമുള്ളത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വരുന്ന ബാങ്കിലെ അക്കൗണ്ട് പഞ്ചായത്തിലെ അക്കൗണ്ടന്റ് പരിശോധിച്ചപ്പോഴാണ് പണം പിൻവലിച്ചതായി അറിയുന്നത്. എന്നാൽ കേസ്മാർട്ടിൽ ഇതിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. തിരിമറിയിൽ വിശദമായ അന്വേഷണം വേണമെന്നും വിജിലൻസ് സംഭവം അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം. അമൃത ന്യൂസ്, പാലക്കാട്. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ് ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായിക്കാണ് കൊല്ലപ്പെട്ടത്. പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. സ്ത്രീകളടക്കമുള്ള പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്.
ഇക്കഴിഞ്ഞ 18-ന് രാത്രി 10 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ കോരപ്പത്ത് ലൈനിലുള്ള വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിലേക്ക് ധൻപത് നായിക്കും 2 സുഹൃത്തുക്കളും എത്തുന്നത്. ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി ധൻപതും അനാശാസ്യ കേന്ദ്രത്തിലുള്ളവരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു. ഇടിവള കൊണ്ടടക്കം ക്രൂരമായി 27-കാരൻ ആക്രമിക്കപ്പെട്ടു. ശേഷം അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാർ തന്നെയാണ് കാറിൽ മർദ്ദനത്തിനിരയായ ധൻപതിനെ MG റോഡിലുള്ള താമസ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് ബോധരഹിതനായ ഇയാളെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ധൻപത് മരിച്ചു. സംഭവത്തിൽ 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ധൻപതിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. MG റോഡിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് ധൻപത് നായിക്. അമൃത ന്യൂസ്, തൃശൂർ. സമുദ്ര സുരക്ഷയിൽ കരുത്തു വർദ്ധിപ്പിച്ച് ഇന്ത്യ. INS ദുനഗിരി ഉൾപ്പെടെ തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം പര്യാപ്തതയാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമെന്ന് കൊൽക്കത്തയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. INS ദുനഗിരി, INS അഗ്രേ, INS സംശോധക് എന്നിങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമായി. കൊൽക്കത്തയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ബംഗാൾ ഗവർണർ RN രവി, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തുടങ്ങിയവർ പങ്കെടുത്തു. സമുദ്ര സുരക്ഷയ്ക്ക് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ പോലും ഇറക്കുമതി കുറച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതാണ് രാജ്യത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരത് സമുദ്രി ശക്തിക്ക് അഗ്ലേ ചरण में प्रवेश करे, इसलिए भारत ने शिप बिल्डिंग के क्षेत्र के लिए एक नई दृष्टि के साथ आगे बढ़ना शुरू किया है. हाल के वर्षों में अनेक पॉलिसी रिफॉर्म्स किए गए हैं. घरेलू निर्माण क्षमता बढ़ाने के लिए विशेष कदम उठाए गए हैं. ബ്രഹ്മോസ് മിസൈലുകൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ളതാണ് INS ദുനഗിരി. അന്തർവാഹിനികളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും അഗ്രയ്ക്ക് സാധിക്കും. ആഴക്കടലിലും തീരപ്രദേശങ്ങളിലും ഒരുപോലെ നിരീക്ഷണം ഉറപ്പാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് INS സംശോധക് രൂപകൽപ്പന ചെയ്തത്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈനർ ബ്യൂറോയുടെ മേൽനോട്ടത്തിൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ചാണ് 3 കപ്പലുകളും നിർമ്മിച്ചത്. സമുദ്ര സുരക്ഷയിൽ ഭാരതം പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെ തെളിവാണ് തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക യുദ്ധക്കപ്പലുകൾ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. യോഗയിലൂടെ ലോകം ഒരുമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ കേവലം ഒരു ദിവസത്തെ ആഘോഷം മാത്രമല്ലെന്നും മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പശ്ചിമബംഗാൾ ഗവർണർ RN രവി, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം കൊൽക്കത്തയിലെ ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർവഹിച്ചു. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗയിലും മന്ത്രി പങ്കെടുത്തു. നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് യോഗാദിന പരിപാടികൾ നടന്നത്. ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ അമൃത TVയും ശ്രീമൂലം ക്ലബ്ബും അമൃത യുവധർമ്മധാരയും ചേർന്ന് നടത്തിയ യോഗാ ദിനാചരണം ശ്രദ്ധേയമായി. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി ഗുരു പാദാശ്രിതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗാ പഠനം. തിരുവനന്തപുരം മേയർ VV രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ിൽ യോഗാ ദിനം ആചരിച്ചപ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നുവെങ്കിൽ 12ാം യോഗാ ദിനത്തിൽ യോഗയുടെ പേരിൽ ലോകം ഒന്നിക്കുകയാണെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. 12ാമത് യോഗാ ദിനം ആചരിക്കുമ്പോഴേക്കും ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യോഗയുടെ പേരിൽ ലോകം ഒരുമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇന്ന് യോഗ പരിശീലനം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ നിന്നും ചെറിയൊരു തുക അനുവദിച്ചുകൊണ്ട് 100 വാർഡുകളിലും, അതായത് 101 വാർഡുകളിലും
ഇന്ന് രാവിലെ യോഗ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ പൈതൃകമായ യോഗയെ ലോകം ഒന്നാകെ അംഗീകരിക്കുന്നതിൽ സന്തോഷമെന്ന് വഴുതക്കാട് വാർഡ് കൗൺസിലർ രാഖി രവികുമാർ പറഞ്ഞു. നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ നിലനിർത്തുന്ന ഭാരതത്തിൻ്റെ യോഗ ഇന്ന് ലോകങ്ങൾ മുഴുവൻ ആദരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആചരിക്കുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. പൗരാണിക അറിവും മോഡേൺ സയൻസും ഒത്തുചേരുന്നതാണ് യോഗയെന്ന ചടങ്ങിലെ മുഖ്യ പരിശീലകനായ സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. 2 തരം അറിവുകൾ നമുക്കുണ്ട്. ഒന്ന് പൗരാണികമായ അറിവ്, പിന്നെ മോഡേൺ സയൻസ്. മോഡേൺ സയൻസ് വന്നിട്ട് 200 വർഷമായിട്ടുള്ളൂ. പൗരാണികമായ അറിവ് 5000-10000 വർഷത്തിന് മുമ്പുള്ളതാണ്. ഇത് രണ്ടും ഒത്തുചേരുന്ന ഒരു സംരംഭമാണ് യോഗ. ലോകസൗഖ്യമേകുന്ന യോഗയെക്കുറിച്ച് കൈരളി വിദ്യാഭവനിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരത്തോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ പരിശീലനത്തിൽ മേയർ പങ്കെടുത്തു. അമൃത ടിവിയും ശ്രീമൂലം ക്ലബ്ബും അമൃത യുവധർമ്മധാരയും ചേർന്ന് നടത്തിയ യോഗ പരിപാടിയിൽ ശ്രീമൂലം ക്ലബ്ബ് പ്രസിഡന്റ് CT പത്മകുമാർ, സെക്രട്ടറി മനു TG നായർ, അമൃത TV ബിസിനസ് ഹെഡ് ശിവകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വിശിഷ്ടാതിഥികളെ ചടങ്ങിൽ ആദരിച്ചു. യോഗയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പന്തളം അമൃത വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ നടത്തി. പരിപാടികളോട് അനുബന്ധിച്ച് നടത്തിയ യോഗ ആയുർവേദ ഡോക്ടറും സൈക്കോളജിസ്റ്റും മികച്ച യോഗാ പരിശീലകനുമായ ഡോക്ടർ അശ്വിൻ ഹരി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമന്വയമാണ് യോഗ എന്ന് പറഞ്ഞ അദ്ദേഹം സമകാലികതയിൽ യോഗയുടെ പ്രസക്തിയും വിശദമാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മ അഭിവന്ദ്യാമൃത ചൈതന്യ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മാതാമൃതാനന്ദമയി മഠം പന്തളം മഠാധിപതി ബ്രഹ്മചാരിണി സ്വാതികാമൃത ചൈതന്യ ആശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളുടെ യോഗാ പ്രദർശനവും നടത്തി. മാതാമൃതാനന്ദമയി മഠം യുവജന വിഭാഗമായ ആയുധം ഹൈന്ദവ സേവാ സമിതിയും സംയുക്തമായി തിരുവല്ലയിൽ യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചു. തിരുവല്ല വള്ളംകുളം നന്നൂർ ദേവീക്ഷേത്രത്തിൽ നടത്തിയ ദിനാഘോഷം പത്തനംതിട്ട ജില്ലാ യോഗസേന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീജ TS ഉദ്ഘാടനം ചെയ്തു. നന്നൂർ ദേവീക്ഷേത്രം സെക്രട്ടറി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി സ്വാമിനി ഭവ്യാമൃതപ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നാഷണൽ അത്ലറ്റിക് ലതിക ജ്യോതിസ് യോഗ പ്രദർശനങ്ങൾക്ക് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ CISFും അമൃത യുവധർമ്മധാരയും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു. സ്വാമി അനഘാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നരേന്ദ്ര ആനന്ദ്, ശ്വേത ആനന്ദ് എന്നിവർ യോഗയ്ക്ക് നേതൃത്വം നൽകി. CISF കമാൻഡർ ഉൾപ്പെടെ 200ഓളം ഉദ്യോഗസ്ഥർ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. മറ്റു വാർത്തകൾ നോക്കാം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്ക് ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ തുടക്കമാവും. ചർച്ചയ്ക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെട്ടു. ഇറാൻ പ്രതിനിധി സംഘത്തിലുള്ള വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഇറാൻ പാർലമെന്റ് സ്പീക്കറും സ്വിറ്റ്സർലൻഡിലെത്തി. പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കും. അതേസമയം ലെബനനിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക. ഇന്നലെ വൈകിട്ടാണ് ലെബനനിലെ ഇസ്രയേലിന്റെ വെടിനിർത്തൽ ലംഘനങ്ങളെ തുടർന്ന് ഇറാൻ സൈന്യം ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. എന്നാൽ ഇറാൻ വാദം തള്ളിയിരിക്കുന്നു അമേരിക്ക. ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും ഇതുവരെ 55 കപ്പലുകൾ കടലിടുക്ക് വഴി കടന്നുപോയെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് F പോരാട്ടത്തിൽ സ്വീഡനെ 1-5 ഗോളുകൾക്ക് തകർത്ത് നെതർലാൻഡ്സ്. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ബ്രാൻ റോബിയുടെയും കോഡി ഗാപ്പോയുടെയും ഇരട്ട ഗോൾ കരുത്തിലാണ് ഡച്ച് പട വമ്പൻ വിജയം സ്വന്തമാക്കിയത്. കളിതീരാൻ മിനിറ്റുകൾ ബാക്കിയിരിക്കെ സമർവില്ലിയുടെ വകയായിരുന്നു നെതർലാൻഡ്സിന്റെ 5ാം ഗോൾ. സ്വീഡനായി ആന്റണി എലാങ്ക ആശ്വാസ ഗോൾ നേടി. ട്യൂണീഷ്യക്കെതിരെയാണ് നെതർലാൻഡ്സിന്റെ അടുത്ത മത്സരം. സ്വീഡൻ അടുത്ത മത്സരത്തിൽ ജപ്പാനെ നേരിടും.
ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെതിരെ ജർമ്മനിക്ക് തകർപ്പൻ ജയം. 2014 ലോകകപ്പ് ജേതാക്കളായ ശേഷം പിന്നീട് നടന്ന 2 ലോകകപ്പിലും നോക്കൌട്ട് കാണാതെ പുറത്തായ ജർമ്മൻ പടയ്ക്ക് ഇത് ആശ്വാസമാണ്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ടാം പകുതിയിൽ 2 ഗോളുകളിലൂടെ ജർമ്മനി മികവറിയിച്ചത്. ജയത്തോടെ ജർമ്മനി ടൂർണമെന്റിൽ നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോറിനെ സമനിലയിൽ തടച്ച് കുറസാവോ. കനത്ത പ്രതിരോധ കോട്ട തീർത്താണ് ഇക്വഡോറിനെ അവർ ഗോൾ രഹിത സമനിലയിൽ തളച്ചത്. നേരത്തെ ജർമ്മനിക്കെതിരെ 7 ഗോളുകൾ വഴങ്ങിയ കുറസാവോ ഇക്വഡോറിനെതിരെ 5 പ്രതിരോധ താരങ്ങളുമായാണ് കളിക്കാനിറങ്ങിയത്. ഇക്വഡോറിന്റെ 30ഓളം ഗോൾ ശ്രമങ്ങളാണ് ലക്ഷ്യം കാണാതെ പോയത്. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 4 ഗോളുകൾക്ക് തകർത്ത് ജപ്പാന് വേണ്ടി അയാസെ യുവേഡ 2 ഗോളുകളും ഡെയ്ച്ചി കമാഡ, ജൂനിയ ഇറ്റോ എന്നിവർ ഓരോ ഗോളുകളും നേടി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകളൊക്കെ കാണാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.